ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നിങ്ങൾ ഒരുപാട് പേർക്ക്, അതായത് നമ്മൾ കേട്ടിട്ടുള്ള ഒരുപാട് പാട്ടുകളുടെ പിന്നിലെ വോയിസ് ആണല്ലോ. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് ആ പാട്ടുകൾ അറിയാം, നമ്മുടെ ചൈൽഡ്ഹുഡിന്റെ ഭാഗമാണ്. നിങ്ങളുടെ ചൈൽഡ്ഹുഡിൽ, ഇക്കയുടെ ചൈൽഡ്ഹുഡിൽ ഇക്ക കേട്ടിട്ടുള്ളതിൽ ഏറ്റവും ഇഷ്ടമുള്ള, അതായത് ഇപ്പോഴും അങ്ങനെ മെമ്മറിയിൽ നിൽക്കുന്ന പാട്ടുകൾ ഏതൊക്കെയാ? പാട്ടുകാരൊക്കെയാ? അന്ന് നമുക്ക് പാട്ടുകാരെ തിരിച്ചറിയാനുള്ള ആ ഒരു മീഡിയ നമുക്ക് അറിയില്ലല്ലോ. പാട്ട് കേൾക്കലുണ്ട്. പക്ഷെ പിന്നീട് മനസ്സിലായിട്ടുണ്ട്, ഞാൻ കേട്ട ഏറ്റവും കൂടുതൽ പാട്ടുകൾ പീർ മുഹമ്മദ് കേടാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഭയങ്കര ഇഷ്ടമാണ്. പാടിയതിൽ എനിക്കിഷ്ടപ്പെട്ട പാട്ടുകളും മൂപ്പര പാട്ടുകൾ തന്നെയാണ്. പാടാനിഷ്ടവും മൂപ്പര അനുകരിച്ചിട്ട് പാടാനാണ് ഇഷ്ടം. ഇപ്പോഴും യാത്രയിലൊക്കെ കേൾക്കുന്നത് പീർക്കയുടെ പാട്ടുകളാണ്. എപ്പോഴും ഇക്കയുടെ പാട്ട് തന്നെയല്ലേ പാടും? ഒരു പാട്ട് അങ്ങനെ ഇഷ്ടമുള്ള വേറെ ആരുടെയെങ്കിലും ഒരാളുടെ പാട്ട് പാടുമോ? ആൽബമാണല്ലേ പഴയ പാട്ട്? ആൽബം ഏതെങ്കിലും ഒരു ഇഷ്ടമുള്ള പാട്ട് തുടങ്ങി, ഇഷ്ടമുള്ള ഒരു പാട്ട്. അറിയാതെ പാടാൻ ഞാൻ ധൈര്യം കാണിക്കണില്ല. പിന്നെ അറിയാതെ പാടിപ്പോണ പാട്ട് ഷാഫിയുടെ പിന്നെ കലാലയം, അത് ഭയങ്കര ഇഷ്ടമില്ല. ഷാഫിയുടെ വോയിസിൽ കേട്ടിട്ടുള്ള പാട്ട് ഞാൻ പാടിയ ഇല്ല. അതിനകത്ത് എനിക്ക് ഭയങ്കരമായിട്ട് വാശിയുണ്ട്. നിങ്ങൾ പാടുമോ? രണ്ടുപേര്. ഞാന് എന്റെ പാട്ടുണ്ടല്ലോ പുറത്തിറക്കിയാലുണ്ടല്ലോ നിങ്ങളൊക്കെ ഔട്ടാണ്. ഞാൻ അതുകൊണ്ട് മിണ്ടാതിരിക്കാണ് ഞാൻ ഈ പണിയെടുത്ത്. പിന്നെ അതൊരു ക്രിക്കറ്റ് കളിയായിട്ട് പ്രഖ്യാപിക്കും. അയ്യേ അല്ല, പാട്ട് പാടിയിട്ട് ഔട്ടാവുന്ന ആൾക്കാർ. ഞാൻ സത്യം പറയാണ്, എൻ്റെ ഒരു ആഗ്രഹമാണ്. ഞാൻ കുറച്ച് ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫസ്റ്റ് ഇവിടെ വന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു ഗസ്റ്റ് അല്ലെങ്കിൽ ഒരു ചെറിയൊരു കലാകാരൻ എന്ന രീതിയിൽ ഇത്രയും ആളുകളായിട്ട് സംസാരിച്ച് ഇടപഴകിയിട്ടുള്ള മഞ്ജുവിനോട് ഷാഫിയുടെ മനോഹരമായിട്ടുള്ള ചെറുപ്പത്തിലൊക്കെ ആയിട്ടുള്ള പാട്ട് രണ്ടുപേരും പാടാൻ പറയുമ്പം അത് പാടുക എന്നുള്ളതാണ്. നമ്മൾ ഒരാളെടുത്തൊരാൾ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ അത് സൈക്കോളജിക്കൽ മൂവ് ആണ്. പക്ഷെ നടക്കണ കേസല്ല. എടപ്പള്ളി ജംഗ്ഷനാണ്, നടക്കണ കേസല്ല. അത് നിങ്ങൾക്ക് നിങ്ങളിലുള്ളിലുള്ള കലാകാരി എത്രത്തോളം ഉണ്ട്? എന്റെ പൊന്നിക്ക, ഞാൻ ഒരു വിധത്തിൽ കഷ്ടപ്പെട്ട്, എനിക്ക് കൊച്ചൊക്കെ ഉള്ളതാണ്, ഞാൻ കഷ്ടപ്പെട്ട് പണിയെടുത്ത് ജീവിക്കുന്നതാണ്. എന്റെ പണി പിന്നെ ഒരു മനുഷ്യനെ ഞാൻ പറയുന്ന ഇത്രേ ഉള്ളൂ. പാടാത്തവരായിട്ട് ആരുമില്ല. ആ ഒരു പാട്ട് എനിക്ക് എന്നും എൻ്റെ ഓർമ്മകളിൽ, അല്ലെങ്കിൽ അതിൻ്റെ അനുപല്ലവി, ഇതൊക്കെ ഭയങ്കര, ശരിക്കും പറഞ്ഞാൽ ആ പാട്ട് കേട്ടാൽ ഞാൻ അറിയാം, എൻ്റെ കണ്ണറിയാം. എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു പാട്ടാണ് ഷാഫിക്ക് അറിയാം. പിന്നെ അത് ഷഫീഖ് റഹ്മാൻ്റെ അപാരമായിട്ടുള്ള മ്യൂസിക്കൽ ലിറിക്കും അന്ന് ഇറക്കിയതും ഗാലറി വിഷൻ തന്നെയാണ്. അതിനകത്ത് ഞാനൊരു പാട്ട് പാടിയിട്ടുണ്ട്, ഇന്നെൻ്റെ മുല്ലേക്ക് എൻ്റെ പണ്ടത്തെ പോലെ മണമില്ല. അപ്പോൾ ആ പാട്ട് പാടണം എന്നുള്ളതാണ് എൻ്റെ ഒരു അപേക്ഷ. പറ്റുവാണെങ്കിൽ പാടാം, അല്ലെങ്കിൽ നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് കിടക്കാം. പറ്റില്ല, ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ. എന്നായിക്കോട്ടെ. ഇത് നമ്മളിൽ ആരെ ഇന്റർവ്യൂ ചെയ്യുന്നത്? അല്ല, എന്നെ കൊണ്ട് പാട്ടൊക്കെ പഠിക്കാന്ന് പറഞ്ഞിട്ടല്ലോ. എനിക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ജനങ്ങൾ, ഓഡിയൻസ് ഇപ്പോൾ ഒരു റൂട്ടിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കാണാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ വിജയമല്ലേ. അങ്ങനെ എന്നെ വിറ്റ് കാശാക്കാന്ന് വിചാരിക്കണ്ട. രണ്ടുപേര് പാടാനല്ലേ പറഞ്ഞുള്ളൂ, നടക്കണ കേസല്ല. ഓക്കെ, അപ്പൊ നമ്മൾ തിരിച്ചു പോരുന്നു എങ്ങോട്ട്? ഇക്കയുടെ ജീവിതത്തിലേക്ക്. നോട്ട് ഇൻ ടു മൈൻ. ഓക്കെ.